നമസ്കാരം. ഏവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 6-ാം തീയതിയാണ്. ഒരു അപൂർവ ദിവസം. കാരണം എന്തെന്നാൽ ചൊവ്വയും ശുക്രനും നക്ഷത്രമാറ്റം നടത്തുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായി പറയാനുള്ളത്. ഈ ഒരു മാറ്റം ചിലരുടെ ജീവിതത്തിൽ സമ്പത്തിന്റെ വാതിൽ തുറക്കുന്നതാണ്. മറ്റു ചില നക്ഷത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നതായ ദിവസം. അപ്പോൾ നിങ്ങളുടെ രാശി ഇതിലുണ്ടോ? നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉൾപ്പെടുന്നുണ്ടോ? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നത് നമുക്ക് ഇന്നത്തെ അധ്യായത്തിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. അതിനു മുന്നേ ചൊവ്വയും ശുക്രനെയും കുറിച്ചെന്ന് പറയുമ്പോൾ ധൈര്യത്തിന്റെ ഗ്രഹമായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത്. അതേപോലെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ശക്തി കൂടിയുള്ളതാണ് ചൊവ്വ എന്ന ഗ്രഹം. എന്നാൽ ശുക്രന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മറിച്ചാണ്. സുഖത്തിന്റെ ദേവനാണ്. അതേപോലെ സമ്പത്ത്, സ്നേഹം, ആഡംബരം ഇതിന്റെയൊക്കെ കാരകത്വം ഓരോ ഗ്രഹങ്ങൾക്കും ഒരു കാരകത്വം ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും ഒരേ സമയം ഇങ്ങനെ ഇന്നത്തെ ദിവസം നക്ഷത്രമാറ്റം നടത്തുമ്പോൾ ജീവിതത്തിൽ പണം, പ്രണയം, വിജയം ഇങ്ങനെ 3 പ്രധാന ഘടകങ്ങളായിരിക്കും ഒരുമിച്ച് മാറ്റത്തിന് സാധ്യതയായി മുന്നിട്ട് നിൽക്കുന്നത്. ഇതിനെ ഒരു സാധാരണ മാറ്റമായി കാണാൻ പറ്റില്ല. ജീവിതത്തെ ഒരു പൊളിച്ചെഴുത്ത് നടത്തുന്നു എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള ഒരു കാലഘട്ടം തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്? ഇതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ എന്നതാണ് നമുക്കിപ്പോൾ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ രാശി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിയാണ്. ഇടവം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഭാഗ്യം തുറക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭാഗ്യം അനുഭവത്തിൽ വരുന്ന സമയമാണ്. പക്ഷേ ഈ ഭാഗ്യത്തെ നിലനിർത്താനായി ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടതുണ്ട്. അതും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഭാഗ്യസമയമാണെങ്കിൽ പോലും അതിനെ അട്രാക്ട് ചെയ്യാൻ നമ്മൾ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിച്ചത് എപ്പോഴും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. വീട്ടിൽ വന്നുകൂടി നമ്മൾ തറവായി പഠിച്ചാലായിരിക്കും പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ അത് കൃത്യമായ ആൻസറുകൾ നമുക്ക് അവിടെ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറയുന്നത് പോലെ ഭാഗ്യം അനുകൂലമാണെങ്കിലും നമ്മളാൽ ചില പൊടിക്കൈകൾ കൂടി ചെയ്താൽ ആ ഭാഗ്യത്തെ ഇരട്ടിയായി നമ്മളിലേക്ക് എത്തിക്കാനായി സാധിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഇടവം രാശിക്കാരെ ആളുകൾ ചെയ്യേണ്ടത്, വീട്ടിന്റെ വടക്കു കിഴക്ക് കോൺ, അതറിയാമല്ലോ, ഈശാന കോണില് ദിവസവും ഒരു വിളക്ക് തെളിയിക്കുന്നത് ഉത്തമമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ ചിത്രം പൂജാമുറിയിൽ ഉണ്ടെങ്കിൽ അവിടെ ദേവിക്ക് ചെറിയ ചെറിയ കൊച്ചു പൂക്കളൊക്കെ വെച്ച് ആരാധിക്കുന്നത് ഉത്തമമായിരിക്കും. വെളുത്ത പുഷ്പമായാലും മഞ്ഞ പുഷ്പമായാലും കുഴപ്പമില്ല. ചെറിയ പുഷ്പങ്ങൾ കൊണ്ട്, സാധാരണ ദിവസങ്ങളിൽ തുളസിയൊക്കെ ആയിരിക്കും വെക്കുന്നത്, പക്ഷെ ഈ വെള്ളിയാഴ്ച ദിവസം ചെറു പുഷ്പങ്ങളിൽ വെച്ച് ലക്ഷ്മി ദേവിയെ പ്രീതയാക്കുന്നത് സാമ്പത്തികമായി മാറ്റം വരാനും ഈ മാറ്റങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വന്നു ചേരാനും സഹായിക്കും. ഇനി പണം പെട്ടിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു, പക്ഷെ പെട്ടെന്ന് ചിലവായി പോകുന്നു എന്ന ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പണപ്പെട്ടിയിൽ ഒരു മഞ്ഞ തുണി സൂക്ഷിക്കുന്നു. മഞ്ഞ പട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ ഒരു മഞ്ഞ പട്ട് വാങ്ങിച്ച്, ചെറുത് മതി, വാങ്ങിച്ചൊന്ന് 4ആയിട്ട് മടക്കി പണപ്പെട്ടിയുടെ അടുത്ത് തന്നെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നതും ഐശ്വര്യകരമായ മാറ്റം ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഒക്കെ നല്ലതാണ്. കൂടാതെ ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി രോഹിണി നക്ഷത്രക്കാര് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി അഷ്ടകം ഉണ്ടല്ലോ, അത് ജപിക്കുക, ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ധനമാണല്ലോ നമുക്കിപ്പോൾ ഇല്ലാത്തത്. ധനമില്ലെങ്കിൽ പിന്നെ സമാധാനം വരെ പോയി കിട്ടുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് അത് പൂജാമുറിയിൽ ചെറിയൊരു ഗ്ലാസ്സിനകത്താക്കിയിട്ട് അത് പൂജാമുറിയിൽ കൊണ്ട് ദേവിക്ക് നൈവേദ്യമായി നൽകുന്നതൊക്കെ ഉത്തമമായിരിക്കും. അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്യുമ്പോൾ വളരെ ഭക്തിയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റങ്ങൾ വന്നു ചേരും. നമ്മൾ ഏത് കാര്യവും വിശ്വാസത്തോടും ഭക്തിയോടും ചെയ്താൽ ഇരട്ടി ഫലമായി നമ്മൾക്ക് ഗുണങ്ങൾ വന്നു ചേരും എന്നതാണല്ലോ. അടുത്തതായി മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിയാണ്. ഉയർച്ചയുടെ സമയമാണ് ചിങ്ങം രാശിക്കാർക്കും ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. പഴയ ദോഷങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് താനെ വിട്ടൊഴിവാകുന്നതാണ്. ആത്മീയമായ ഒരു ശക്തി വന്നു ചേരും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കണമെങ്കിൽ നമുക്ക് ഗ്രഹങ്ങൾ കൂടി അനുകൂലമായി വന്നു ചേർന്നേ മതിയാവും. അതിനാണ് പറയുന്നത് നവഗ്രഹ പ്രതിഷ്ഠയുടെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക എന്നത്.
ഇവിടെ നിങ്ങൾക്ക് ആത്മീയമായ ഒരു മാറ്റമൊക്കെ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്ന ദിവസം കൂടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സൂര്യ നമസ്കാരം ദിവസവും ചെയ്യാതെ, സൂര്യ നമസ്കാരം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് വലിയ ഏതാണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഭഗവാൻ സൂര്യനെ കണ്ടെന്ന് പ്രാർത്ഥിക്കുക, ആദിത്യ ഹൃദയം ജീവിക്കുക, രണ്ട് കൈയും കൂടെ ചേർത്ത കൈക്കുമ്പിളിൽ അല്പം ജലം എടുത്തിട്ട് ഭഗവാൻ അതൊന്ന് സമർപ്പിക്കുക. ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ ചെയ്യുന്ന കർമ്മം ചെറിയ ഒരു, അതായത് നമ്മൾ പറയാറുണ്ട് ചില മന്ത്രങ്ങൾ പോലും നമ്മൾ ഹൃദയശുദ്ധിയോടു കൂടിയാണ് ജപിക്കുന്നതെങ്കിൽ അതിൽ വരുന്ന ചെറിയ തെറ്റുകൾ പോലും അമ്മ മഹാമായ അല്ലെങ്കിൽ മഹാദേവൻ അതങ്ങ് ക്ഷമിച്ച് അതിന്റെ ഫലം തരും. എന്നാൽ വലിയ ഒരു കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാം എന്ന ധാരണയിൽ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഹൃദയശുദ്ധി ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ചെയ്താൽ ദൈവം കേൾക്കുകയുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ സൂര്യ നമസ്കാരം ഒന്നിനെ ശീലമാക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ രാവിലെ അല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മതി വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾ ഇട്ടതിന് ശേഷം ആ ഗൃഹത്തിന് ചുറ്റും ഒന്ന് തളിക്കുന്നത്. ചുറ്റും പറ്റുന്നില്ലെങ്കിൽ ആ പ്രധാന വാതിലിനടുത്തായിട്ട് അല്പം വെള്ളം ഒന്നിങ്ങനെ തളിക്കുന്നത് ലക്ഷ്മി ദേവി കടന്നു വരുന്നതിന് സഹായിക്കും. നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ പുറത്തു പോകുന്നതിനും എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നതാണ് മഞ്ഞൾ വെള്ളം തളിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അറിയാത്തവർ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ഞായറാഴ്ച ദിവസം ദീപം തെളിയിക്കുന്ന ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഞായറാഴ്ച പോയി അവിടെ ഒരു കുപ്പി എണ്ണയൊക്കെ കൊടുക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. അപ്പോൾ മകൻ നക്ഷത്രക്കാരുടെ കാര്യം പറയുമ്പോൾ പിതൃക്കളുടെ കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യാനും വല്ലപ്പോഴുമൊക്കെ അവരെ ഒന്ന് സ്മരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു അതായത് പറയാറുണ്ട് നമുക്ക് ചില തോന്നലുകൾ വരുന്ന സമയത്ത് അവരുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ തോന്നലുകൾ തന്നെ വരുന്നത്. അപ്പോൾ അവരെ ഒന്ന് സ്മരിക്കുക, കർമ്മങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞായറാഴ്ച ദിവസം ആദിത്യ ഹൃദയം നിങ്ങൾ ജപിക്കാനായിട്ട് മറന്നു പോകാനേ പാടുള്ളതല്ല. ഇനി പൂരം നക്ഷത്രക്കാരാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം അടുത്ത ദുർഗാദേവിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ഇനി ഉത്രം നക്ഷത്രക്കാര് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകാൻ സാധിച്ചാൽ ഉത്തമമാണ്. ഇനി മഞ്ഞ ധരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയൊരു മഞ്ഞ നിറത്തിലുള്ള കർച്ചീഫ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചിരുന്നാലും മതിയാകും. ഇനി മൂലം, പൂരാടം, ഉത്രാടം, ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും ഇന്നോട്ട് ഭാഗ്യസമയമാണ്. ഭാഗ്യം സ്ഥിരമാക്കാനായി ആത്മീയമായി നിങ്ങൾ ഒന്നുകൂടി ഉയരേണ്ടതുണ്ട്. അല്ലാതെ ഭാഗ്യസമയമാണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ ഭാഗ്യം നമുക്ക് അനുകൂലമാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സുകൊണ്ട് വിശ്വാസം കൂടുതലായി വന്നു ചേരുകയുള്ളൂ. അപ്പോൾ വ്യാഴാഴ്ച ദിവസം അതായത് നിങ്ങൾ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. തുളസി ഉള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച ദിവസമെങ്കിലും കഴിയുന്നതും തുളസിക്ക് അല്പം ജലമൊക്കെ നൽകാനായിട്ട് ശ്രമിക്കുക. തുളസിയെ പരിപാലിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഏറ്റവും വിഷമങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുമക്കൾക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതും ഉത്തമമായ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നതിന് ഒരു പുണ്യം വന്നു ചേരും. അല്ലാതെ കൂടികൾ വന്നു ചേരുന്നതല്ല, അത് തിരിച്ച് നിങ്ങളിലേക്ക് ഒരു പുണ്യമായി വന്നു ചേരുന്നതിനും സഹായിക്കുന്നതാണ്. ഈ മൂലം നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓം നമോ നാരായണായ എന്ന് ദിവസവും നിങ്ങൾ ജപിച്ചാൽ വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ പൂരാട നക്ഷത്രക്കാര് വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഫലങ്ങൾ കൂടുതലായി നിങ്ങളിലേക്ക് വന്നു ചേരാൻ സഹായിക്കും. പിന്നെ ആർക്കെങ്കിലും പഞ്ചസാര ദാനം ചെയ്യാൻ സാധിച്ചാൽ, ഇപ്പൊ അങ്ങനെ ദാനം വാങ്ങിക്കാറില്ല ആരും അങ്ങനെ, അഥവാ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പഞ്ചസാര വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് പഞ്ചസാരയൊക്കെ ദാനം ചെയ്യാൻ സാധിച്ചാലും ഏറ്റവും അധികം ഉത്തമമാണ്. ഇനി ഉത്രാടം നക്ഷത്രക്കാര് വ്യാഴാഴ്ച ഒരു ദീപം നെയ്ദീപം തെളിയിക്കാൻ സാധിച്ചാൽ അത് ഏറ്റവും ഉത്തമമാണ്. ഒരു ചിരാതിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദീപം തെളിയിക്കുക. അതേപോലെ പഠിപ്പിച്ച ഗുരുക്കന്മാർക്കൊക്കെ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കുകയോ അധ്യാപകരെ ചെന്ന് കാണാനൊക്കെ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാറ്റം ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ അനുഗ്രഹം, അതായത് ഓരോ ഗ്രഹങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ശനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ എടുത്തുചാട്ടം കാണിക്കാൻ പാടില്ല. ശനിദേവന് അത് ഇഷ്ടമല്ല. വൃദ്ധരായ ആളുകളെ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ശനിദേവന് ഇഷ്ടമല്ല, കോപമുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ ശനിയുടെ അനുഗ്രഹ സമയത്ത് നമ്മൾ ഇതേപോലെ തെറ്റുകൾ ചെയ്താൽ അത് കോപമായിട്ട് വരാനും ഫലങ്ങൾ ലഭിക്കാതിരിക്കാനും ഒക്കെ കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ഗ്രഹങ്ങൾക്കും അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്താൽ ഗ്രഹങ്ങൾ അനുകൂലമായി വരുന്ന സമയത്ത് ഫലങ്ങൾ അതേപോലെ തന്നെ ഒരു കോട്ടവും തട്ടാതെ പൂർണ്ണമായി നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇനി മറ്റുള്ള നക്ഷത്രക്കാർ ചിന്തിക്കും ഞങ്ങൾ എന്താണ് ഗ്രഹങ്ങളുടെ അനുഗ്രഹം വരാനായി പൂർണ്ണമായ ഒരു മാറ്റം വരാൻ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കും ചെയ്യേണ്ടതായ ചില പൊടികൈകളുണ്ട്. അതായത് ദിവസവും രാവിലെ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. പിന്നീട് സന്ധ്യാസമയത്ത് രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് തെളിയിക്കുക. അതേപോലെ തുളസി, ശംഖുപുഷ്പം പോലെയുള്ള ചെടികൾ നട്ടു വളർത്താനായിട്ട് ശ്രമിക്കുക. എല്ലാ വീടുകളിലും ഇപ്പോൾ ശംഖുപുഷ്പം താനെ വളർന്നു വരികയാണ്. സാധാരണ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഉള്ളിടത്താണ് കൂടുതൽ വരുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ മഹാദേവന്റെ അനുഗ്രഹം ഇങ്ങനെ പരിലസിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ അഥവാ ഇല്ലാത്ത വീടുകൾ, അതായത് തുളസി
ശംഖുപുഷ്പം ഇതൊന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നിങ്ങൾ അത് ഒന്ന് നട്ടു പരിപാലിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു വലിയ മാറ്റമൊക്കെ വന്നു തരും. അതുപോലെ രാവിലെ ഇറങ്ങുന്ന വഴിക്ക് നമ്മൾ ഈ ശംഖുപുഷ്പം തുളസിയൊക്കെ കണി കണ്ടുകൊണ്ട് ഇറങ്ങുകയാണെങ്കിലും പോകുന്ന കാര്യം ശുഭമാവും എന്നതുവരെയുണ്ട്. അനാവശ്യ കോപം ഒഴിവാക്കുക, ദ്വേഷിക്കാതിരിക്കുക, ആരെ പറ്റിയും കുറ്റം പറയുകയോ കുന്നുപറയോ ആരുടെയും പൊതിഞ്ഞോണ പറയുന്നതെന്നൊക്കെ പറയാറില്ലേ നാട്ടുമ്പുറ ഭാഷയായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതിരുന്നാലും ഒരു വലിയ മാറ്റം ഗ്രഹങ്ങളുടെ അനുകൂലം നമുക്ക് വന്നു ചേരുന്നതാണ്. പിന്നെ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന ഈ മന്ത്രം ഉണ്ടല്ലോ, ഒരു 11 തവണ ദിവസവും ജപിക്കുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? വെള്ളിയാഴ്ച ദിവസം ഒരു നെയ്ദീപം എല്ലാവരും തെളിയിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾ തെളിയിക്കുക. വീട്ടിൽ 5 പേരുണ്ട്, 5 പേരും തെളിയിച്ചാൽ നല്ലത് തന്നെയാണ്. എന്നാലും 5 പേരും കൂടെ ഒരുമിച്ച് നിന്ന് ആ ഒരു പൂജാമുറിയിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെളിയിച്ച് നോക്കുക. നിങ്ങൾ ഒരു 7 ആഴ്ച അല്ലെങ്കിൽ ഒരു 11 ആഴ്ച ഇങ്ങനെ ഒന്ന് തുടർച്ച ചെയ്തു നോക്കുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുന്നതാണ്. ചൊവ്വയുടെ ശക്തിയും അതേപോലെ ശുക്രന്റെ അനുഗ്രഹവും നിങ്ങളെ വലിയ സമ്പന്നരാക്കി മാറ്റട്ടെ, നിങ്ങളുടെ കടങ്ങളെയൊക്കെ ഇല്ലാതെയാക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു, കാംക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി.